കോതമംഗലം താലൂക്ക് ആശുപത്രി ദന്തൽ ക്ലിനിക്ക് നവീകരിച്ചു. കൊച്ചി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കോൺഫിഡന്റ് ഗ്രൂപ്പ് 2 ലക്ഷം രൂപ ചെലവഴിച്ചാണ് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. പുതിയ ദന്തൽ ചെയറും അനുബന്ധ ഉപകരണങ്ങളും ദന്തൽ ക്ലിനിക്കിൽ സ്ഥാപിച്ചു. 2 ദന്തൽ ചെയറുകൾ പ്രവർത്തനക്ഷമമാകുന്നതോടെ ദന്തചികിത്സയ്ക്കൊപ്പം തന്നെ പല്ല് ക്ലീനിംഗ്, കൃത്രിമ പല്ല് വയ്ക്കൽ, പല്ല് സെറ്റ് വയ്ക്കൽ എന്നിവ ഒരേ സമയം ചെയ്യാൻ കഴിയുമെന്ന് ദന്തൽ വിഭാഗം ഡോക്ടർ ശ്രീദിതി അറിയിച്ചു. നവീകരിച്ച ദന്തൽ ക്ലിനിക്കിന്റെ ഉദ്ഘാടനം ആന്റണി ജോൺ MLA നിർവഹിച്ചു. ഇന്ന് കേരളത്തിലെ ഏത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ നോക്കിയാലും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ സർക്കാർ മെഡിക്കൽ കോളേജുകൾ വരെ സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി സംവിധാനത്തിലേക്ക് മാറുകയാണ്. അപ്പോൾ ആ പ്രവർത്തനത്തോട് ചേർന്ന് നിന്നുകൊണ്ട് വളരെ വേഗതയിൽ കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ നടത്തുന്ന അത്തരം പ്രവർത്തനങ്ങൾ സമയബന്ധിതമായും കാര്യക്ഷമമായും നടപ്പിലാക്കുന്ന ഒരു ആരോഗ്യ കേന്ദ്രമാണ് കോതമംഗലം താലൂക്ക് ആശുപത്രി. ഇവിടെ സർക്കാരിന്റെ ഭാഗമായി നിരവധി വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. MLAയും കോതമംഗലം നഗരസഭ എന്ന നിലയിലുമൊക്കെ ഞങ്ങളും നിരവധിയായിട്ടുള്ള ഫണ്ടുകൾ ഇവിടെ ചെലവഴിക്കുന്നുണ്ട്. അതിനു പുറമെയാണ് പൊതുസമൂഹത്തിന് ഒരു വലിയ കരുതൽ ഈ ആശുപത്രിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ നമുക്ക് ഉറപ്പുവരുത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതിന് തീർച്ചയായിട്ടും നേതൃത്വപരമായി പങ്കുവഹിക്കുന്ന പ്രിയപ്പെട്ട സൂപ്രണ്ട് അദ്ദേഹം ഓരോ കാര്യങ്ങളും കണ്ടറിഞ്ഞുകൊണ്ട് എന്താ ആവശ്യം ആശുപത്രിക്ക് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കുകയും അതിന് സഹായിക്കാൻ കഴിയുന്ന വ്യക്തികളെയും സംഘടനകളെയും പ്രസ്ഥാനങ്ങളെയും ഒക്കെ അതിനോട് സഹകരിപ്പിക്കുകയും ചെയ്യുന്ന വലിയൊരു ദൗത്യം കൂടി ഒരു ഡോക്ടർ, ഒരു സൂപ്രണ്ട് എന്നതിനപ്പുറത്ത് അദ്ദേഹം ഏറ്റെടുത്തിട്ടുണ്ട്. കോതമംഗലം മുനിസിപ്പൽ ചെയർമാൻ ടോമി എബ്രഹാം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വൈസ് ചെയർപേഴ്സൺ സിന്ധു ഗണേശൻ, ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KV തോമസ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KA നൌഷാദ്, കോൺഫിഡന്റ് ഗ്രൂപ്പ് ഏരിയ ജനറൽ മാനേജർമാരായ പ്രേംകുമാർ U, ജിസ് പീറ്റർ, ലൈസൺ, ജിൻസ് മത്തായി, ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സാംപോൾ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.